പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി പി.വി. അൻവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ടിൽ ഇല്ലാത്ത നേതാക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നും ഏറെ വൈകാതെ പാർട്ടി പ്രഖ്യാപനമുണ്ടാകുമെന്നും പി.വി. അൻവർ പറഞ്ഞു. അതേസമയം പുതിയ പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അൻവർ അയോഗ്യനാകും എന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഇടതുപക്ഷവുമായി സഹകരണം അവസാനിപ്പിച്ച് ഒരാഴ്ച കഴിയും മുൻപാണ് പി.വി. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലർ പാർട്ടിയാകും അത്. ന്യൂനപക്ഷങ്ങൾ, മലയോര കർഷകർ, പോലീസിന്റെ പീഡനങ്ങൾക്കിരയായിട്ടുള്ളവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തന്നോടൊപ്പം സഹകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എന്താ പറയുക, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും, ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിലെ ലീഡർ. അത് ചെറുതാകാം, വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മൾ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അത് എന്തായാലും ഇപ്പോൾ അധികം വൈകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും ഇതിലും നല്ലത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുകയാണെന്നും പി.വി. അൻവർ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മാന്യമായി സ്ഥാനമൊഴിയാൻ. മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ളവർ പാർട്ടിയിൽ വേറെയും ഉണ്ടല്ലോ എന്നും അൻവർ. അദ്ദേഹമാണത് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇനി 1.5 വർഷം, 1.25 വർഷമുള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. പാർട്ടി ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത്? എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ? 6-ാം തീയതി മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ടെന്നും 1 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പി.വി. അൻവർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറനാട്, മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിലെ വിശദീകരണ യോഗങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. പി.വി. അൻവറിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്നും വിലയിരുത്തലുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾ പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത വരും. അൻവറിനൊപ്പമുള്ളവർക്ക് പാർട്ടി രൂപീകരിക്കാം. ഈ നിയമസഭയുടെ കാലാവധിക്ക് ശേഷമേ അൻവറിന് പുതിയ പാർട്ടിയിൽ അംഗമാകാൻ കഴിയൂവെന്നും നിയമജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം.